أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. اللهم اغفر لنا ولوالدينا والسامعين. بارك الله لنا في القرآن الكريم. آمين. സൂറത്തു യാസീൻ വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 36-ാമത്തെ സൂറത്താണ് സൂറത്ത് യാസീൻ. ഈ സൂറത്ത് യാസീനിൻ്റെ അവതരണ പശ്ചാത്തലവും അതിലടങ്ങിയിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു സംക്ഷിപ്തവും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലിരുന്നപ്പോൾ വിശദീകരിച്ചതാണ്. 14 ആയത്തുകൾ നമ്മൾ പറഞ്ഞു. അതിലവസാനത്തെ 13ഉം 14ഉം ആയത്ത് അള്ളാഹു 2 ആളുകളുടെ ഒരു ഉദാഹരണം പറഞ്ഞു തരാൻ, 2 റസൂലുമാരുടെ ഉദാഹരണം. ഒരു അസ്ഹാബുൽ ഖറിയയിലേക്ക്, ഒരു നാട്ടിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞയച്ച 2 ആളുകൾ. പിന്നീട് 3-മതൊരാളെ കൂടി അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് എന്ത് ചെയ്തു, ശക്തി ബലം നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല മുർസലായി അവരിലേക്ക് അള്ളാഹു നിയോഗിച്ചു എന്ന് പറഞ്ഞു. ആ റസൂലുമാരൊക്കെ ആ ജനതയോട് വന്ന് പറഞ്ഞ സംസാരമാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തുകളിലുള്ളത്. പ്രബോധനം, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ദൂതന്മാരായിരുന്നു അവർ. ഏതാണ് ആ രാജ്യമെന്ന് പേരെന്ത് ചെയ്തിട്ടില്ല, ഖുർആനിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ചില മുഫസ്സിറുകൾ പറഞ്ഞു അത് അന്താക്കിയ എന്ന് പറയുന്ന രാജ്യമാണ് എന്നൊക്കെ. പഴയ ഒരു പട്ടണം, അന്താക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള പഴയ ഒരു സിറിയയുടെയൊക്കെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന പഴയ പൗരാണിക പട്ടണം. അങ്ങനെ പല വാദങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, തഫ്സീറുകളിൽ കാണാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല ഏതാണ് രാജ്യമെന്നോ നാടെന്നോ അതിലെ ആളുകൾ ആരാണെന്നോ ഇനി ആ റസൂലുമാരുടെ പേരെന്താണെന്നോ ഇനി അവർ നബിയായിരുന്നെന്നോ ഒന്നും ഒരു സൂചനകളും എന്തിലില്ല, ഈ ആയത്തിലില്ല. പക്ഷെ അള്ളാഹുവിൽ നിന്നുള്ള റിസാലത്തിനെ എത്തിക്കുവാൻ അവരെന്ത് ചെയ്തു, ദഅവത്ത് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ അവർ ഏർപ്പെട്ടു. ആ ജനത അവരെ കളവാക്കി. ഫകദ്ദബൂഹുമ, അല്ലേ, 2 ആളുകളെ അവരെന്ത് ചെയ്തു, കളവാക്കി. ഫഅസ്സസ്ന ബിസാലിസ്, 3-മത്തെ ഒരാളെ കൂടി നാം അവർക്ക് ബലം നൽകി, ആ ദഅവത്തിന് സ്ട്രോങ് ആക്കിയിട്ട് കൊടുത്തു. പക്ഷേ ആ റസൂലുമാർ അവരോട് പറഞ്ഞു ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലുമാരാണെന്ന് പറഞ്ഞു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് എന്തുണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഓതിയ ആയത്തുകളിലുള്ളത്. റബ്ബ് പറയുന്നു ഖാലു, അവർ പറഞ്ഞു, അഥവാ ഇവർ നിയോഗിക്കപ്പെട്ട ആ ജനത അസ്ഹാബുൽ ഖറിയ, അവർ പറഞ്ഞു മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന, മാ അൻതും നിങ്ങളല്ല, ഇല്ലാ ബശറുൻ വെറും മനുഷ്യന്മാരല്ലാതെ, അല്ലെ. ബഷർ എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യൻ എന്നാണ്. ബഷർ തൊലിക്ക് പറയും, സ്കിന്നിന് അറബിയിൽ ബഷർ എന്ന് പറയാറുണ്ട്, ബഷറത്ത്. ബിഷിർ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത എന്ന് പറയും, ബഷീർ എന്നുള്ള വാക്കൊക്കെ. എന്നാൽ വെറും മനുഷ്യൻ, ഒരു സാധാ മനുഷ്യൻ എന്നുള്ളതിന് എന്ത് ഉപയോഗിക്കും, ബഷർ എന്ന് പറയാൻ. അബുൽ ബഷർ എന്ന് പറയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. അബുൽ ബഷർ, മനുഷ്യകുലത്തിന്റെ പിതാവ് എന്നുള്ള അർത്ഥത്തിൽ. ഇല്ല ബഷറും മിസ്ലുന, മിസ്ലുന എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലൊരു മനുഷ്യന്മാർ അല്ലാതെ വേറെ ആരുമല്ല നിങ്ങള്. ആരോടാ പറഞ്ഞ, അള്ളാഹ് നിയോഗിച്ച റസൂലുമാരോട് അവർ പറഞ്ഞു. വമാ അൻസല റഹ്മാൻ, പരമകാരുണികൻ ഇറക്കിയിട്ടില്ല, അവതരിപ്പിച്ചിട്ടില്ല, മിൻ ഷൈ, ഒന്നും. മിൻ ഷൈ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒന്നും. നമ്മൾ ശരിക്കും ഒരു ചുക്കെന്നറിയില്ലേ, ആണ് ആ വാക്ക് മിൻ ഷൈ.
ഒന്നും ഇറക്കിയിട്ടില്ല, ഒരു ചുക്ക് അള്ളാഹ് ഇറക്കിയിട്ടില്ല. ഇത് എങ്ങനത്തെ രീതിയിലാണ് അവർ പറയുന്നത്? ഇവരെ പരിഹസിച്ചുകൊണ്ടാണ്. അള്ളാഹ് ഒരു ചുക്ക് ഇറങ്ങിയിട്ടില്ല, നിങ്ങൾ മനുഷ്യന്മാരാണ്, നിങ്ങൾ ആരല്ല, റസൂലുമാരല്ല എന്ന തരത്തിൽ അവരെ അവഹേളിച്ചും പരിഹസിച്ചും അവരെന്ത് ചെയ്തു? മറുപടി പറഞ്ഞു. ഇൻ അൻതും ഇല്ല തക്ദിബൂൻ. ഇൻ എന്ന വാക്ക് മാ എന്നുള്ള അർത്ഥം കൊണ്ടുവരും. മാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള ഒരു അർത്ഥം. മാ അൻതും എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇൻ അൻതും, നിങ്ങളല്ല. ഇല്ല തക്ദിബൂൻ, നിങ്ങൾ കളവാക്കുന്നവരല്ലാതെ അല്ല. നിങ്ങളിപ്പോ നോണ പറയാണ്, നിങ്ങൾ കദ്ദാബീങ്ങളാണ്, നിങ്ങൾ മുഖദ്ദബീങ്ങൾ, നിങ്ങൾ നോണ പറയാണ്, എൻ്റെ റസൂലുമാരാണ്, നിങ്ങൾ റസൂലുമാരൊന്നുമില്ല. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയിലേക്ക് നിയോഗിതനായപ്പോൾ മക്കാര് പറഞ്ഞില്ലേ, ഇതേതാ പുതിയ വാദം, ഇതേതാ പുത്തൻ വാദം, ഞങ്ങളുടെ പാപ്പന്മാർക്കും ഞങ്ങളുടെ കാരണവന്മാർക്കും അറിയാത്ത ദീനും കൊണ്ടാണ് മുഹമ്മദ് വന്നത്, മുഹമ്മദ് നുണ പറയണമെന്ന്. അതുവരെ അമീൻ എന്ന് വിളിച്ചവർ എന്ത് ചെയ്തു? നബിയെ കാദിബ് എന്ന് വിളിക്കാൻ തുടങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം, കദ്ദാബ് എന്ന് വിളിക്കാൻ തുടങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി കൊണ്ടുവന്നത് ഹക്കാണ് അല്ലെ, വഹുവൽ ഹക്ക്, അത് ഹക്കായിരുന്നു. അതേ അപ്പൊ ഇത് മക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളെപ്പോലെ സത്യനിഷേധികൾ ലോകത്ത് മുന്നേയും എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് ഈ അസ്ഹാബുൽ ഖറിയ. 3 ആൾക്കാരെ നിയോഗിച്ചപ്പോൾ ആ 3 ആൾക്കാരെ പറ്റി ഇവർ പറഞ്ഞു വെറും മനുഷ്യരാണ്. ഇപ്പൊ റസൂലുള്ളാഹിനോട് ഇവർ പറഞ്ഞില്ലേ, ഞങ്ങളെപ്പോലെ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരാള്, ഞങ്ങളെപ്പോലെ ഭക്ഷിക്കുന്ന ഒരാള്, ഞങ്ങളെപ്പോലെ തിന്നുന്ന ഒരാള്, ഇങ്ങനത്തെ ഒരാളെയാണോ അള്ളാഹ് റസൂലായിട്ട് അയച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റി അവർ പറഞ്ഞു. അള്ളാഹുവിന് റസൂലിനെ അയക്കാമായിരുന്നെങ്കിൽ ഒരു മലക്കിനെ അയക്കാമായിരുന്നല്ലോ എന്ന് അവർ ദുർന്യായം പറഞ്ഞു. ഇനി മലക്കിനെ അള്ളാഹ് റസൂലാക്കി ഇറക്കിയാൽ ഇവര് വിശ്വസിക്കുക. അപ്പൊ പറയും, എന്തുകൊണ്ട് മനുഷ്യന്മാരെ ഇറക്കിയില്ല? ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞങ്ങളെ ജീവിതം പഠിപ്പിച്ചാൽ മലക്കിനെ ഇറക്കല്, അപ്പൊ റസൂലിനെ മനുഷ്യനെ ഇറക്കണ്ടേ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അതാണ് റബ്ബ് പറഞ്ഞത്, വലൗ അൻസൽനാഹും മലക്കൻ ലലബസ്നാഹും വലൗ അൻസൽനാഹും മലക്കൻ, ഞാൻ മലക്കിനെയാണ് റസൂലായിട്ട് നിയോഗിച്ചെന്നുണ്ടെങ്കിൽ അവരപ്പോൾ വേറെ ദുർന്യായങ്ങൾ പറയുമായിരുന്നു, മുടന്തൻ ന്യായങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു അല്ലെ. നമ്മളറിയില്ലേ, അവസാനം ഒരു പണ്ട് തമാശക്ക് നമ്മൾ പറയുന്ന ഒരു സംസാരമാണ്, എന്താണ്, സദ്യ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും സദ്യ ഉഷാറായി കരച്ച്, എന്നാൽ എന്തെങ്കിലും കുറ്റം പറയണം, അപ്പഴത്തിന് വട്ടം പോരാന്ന് പറയണത് പോലെ ദുർന്യായങ്ങൾ പലതും എന്ത് ചെയ്യും? കണ്ടെത്തും. അത് മനുഷ്യ സഹജമാണ്. ഇവിടെ ഇവരും പറഞ്ഞത് അതാണ്, നിങ്ങൾ വെറും മനുഷ്യന്മാരാണ്, ഞങ്ങളെപ്പോലെ. റഹ്മാൻ പരമകാരുണികനായ റബ്ബ് ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞു, നിങ്ങൾ നുണ പറയണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവരുണ്ടോ മറുപടി? ഇവരെ മറുപടിക്ക് നിങ്ങൾ കാലു, അവർ പറഞ്ഞു. ആരാണ് ഇവിടുത്തെ കാലു? അവർ ഈ മുർസലീങ്ങൾ പറഞ്ഞു, ഈ 3 ആളുകൾ പറഞ്ഞു, ഈ റബ്ബുനായ അലം, ഞങ്ങളെ റബ്ബിനെ അറിയാം, ഞങ്ങളെ റബ്ബ് അറിയുന്നു. ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, ഇവിടെ മുർസലൂൻ അല്ല, ലമുർസലൂൻ. ഇന്നാ ഇലൈക്കും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളിലേക്കുള്ള റസൂലുമാർ തന്നെയാണ്. ആ ലാം എന്നുള്ളത് അവിടെ സ്ട്രെസ്സിന് വേണ്ടി യൂസ് ചെയ്യും, ലാമു തൗക്കീദ്. ഞങ്ങൾ റസൂലുമാർ തന്നെയാണ്, ഞങ്ങൾ കാണാറില്ല, ഞങ്ങൾ റസൂലുമാർ തന്നെയാണ്. മാത്രമല്ല വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങളുടെ മേൽ വ്യക്തമായി ഒരു കാര്യം എത്തിക്കുക എന്ന ബാധ്യതയല്ലാതെ വേറൊന്നുമില്ല. വമാ അലൈന, ഞങ്ങളുടെ മേലില്ല എന്നാണ് അർത്ഥം. അല എന്ന വാക്ക് ഒരാളുടെ മേൽ എന്ന് പറയുമ്പോൾ ബാധ്യത എന്നുള്ള അർത്ഥമാണ്. അലൈക്ക ബിസ്സൗം, നീ നോമ്പ് നോൽക്കൽ ബാധ്യതയെ നിർബന്ധമാണ് എന്ന് പറയുന്നത് പോലെ, അലൈക്ക സദക്ക, നീ സദക്ക കൊടുക്കൽ നിന്റെ മേലുള്ള ബാധ്യതയാണ് എന്ന് പറയുന്നത് പോലെ, ഒമ അലൈന, ഞങ്ങളുടെ മേലില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല, നിർബന്ധമില്ല. ഇല്ലൽ ബലാഗ്, എന്തല്ലാതെ. ബലാഗ് എന്ന വാക്കിന്റെ അർത്ഥം ദഅവത്ത്, എത്തിച്ചു കൊടുക്കുക. ബലാഗ എന്ന് പറഞ്ഞാൽ എത്തീനാൻ, ബുലൂഗ് എന്ന് പറയും, പ്രായപൂർത്തി എത്തുന്നതിന്, നമ്മളൊരു വയസ്സ് ഏകദേശം എത്തുന്നതിനാണ് ബുലൂഗ് എന്ന് പറയാം. ബലാഗ് എന്ന് പറയും അല്ലെ, മുബല്ലിഗ് എന്ന് പറയും, എത്തിച്ചു കൊടുക്കുക. മുബല്ലിഗ് റിസാലാത്തി റബ്ബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശേഷണമായിട്ട് പറയാണ്, മുബല്ലിഗ് റിസാലാത്തി റബ്ബി, തന്റെ റബ്ബിന്റെ റിസാലത്തിനെ എത്തിക്കുന്നവൻ. ബല്ലിഗു അന്നി വലു ആയ അല്ലെ, അഹ്സൻതും, നമ്മൾ ഓർക്കണ വാക്കാണിത്. ബല്ലിഗു, നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും എന്ന് പറഞ്ഞതുപോലെ, അതാണ് ബലാഗ്. ഇത് ദഅവത്താണ്, അള്ളാഹുവിന്റെ കലാമിന് എത്തിച്ചു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം ഒരാൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക. ഇത് എങ്ങനത്തെ ബലാഗ്? അവ്യക്തമായ ബലാഗാണോ? ഖുർആൻ എന്ന് പറഞ്ഞാൽ മുബീൻ, വ്യക്തമാണ്. അതേപോലെ തന്നെയാണ് അള്ളാഹു മുൻഗാമികളായ റസൂലുമാർക്ക് കൊടുത്തവും എന്താണ്? വ്യക്തമായത്. അവ്യക്തമായതൊന്നും അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ സംഗതിയാണ് അള്ളാഹു എന്ത് കാണിച്ചു കൊടുത്തത്. എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഹക്കാണ് അള്ളാഹു അവതരിപ്പിച്ചത്. അത് എത്തിച്ചേരാന്നുള്ള ബാധ്യതയേ ഉള്ളൂ. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ തള്ളിക്കളയാം. ഇതാണ് നബിയുടെ മേലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പക്ഷെ റസൂൽ ഭയങ്കര തൽപരനായിരുന്നു, നമ്മളിത് എങ്ങനെയെങ്കിലും സ്വീകരിക്കണം എന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അതെല്ലാ റസൂലുമാർക്കും ഉണ്ടാവും. അത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രബോധന രംഗത്ത് സ്വീകരിക്കേണ്ടതാണ് അല്ലെ. ആളുകളിലേക്ക് ദീൻ എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യത്തിൽ സത്യസന്ധത വേണം, അതിൽ ഭയങ്കര സിൻസിയറിറ്റി വേണം, അതിൽ ഭയങ്കര എന്താണ് നമ്മൾ പറയാ, നമ്മുടെ അങ്ങേയറ്റത്തെ അധ്വാനത്തോടൊപ്പം നമുക്ക് അതിൽ ഉണ്ടാവേണ്ടത്, നമുക്ക് എന്തെല്ലാം അതിൽ ചെയ്യാൻ പറ്റും അതിന്റെ അങ്ങേയറ്റം നമ്മൾ ചെയ്യാൻ എന്ത് ചെയ്യണം? താല്പര്യം കാണിക്കണം.
ആൾക്കാരെ അടിച്ചിരുത്താനോ അല്ലെങ്കിൽ ആൾക്കാരെ വിമർശിക്കാനോ അല്ല. അവരിലേക്ക് ഒരു ഹക്കെത്തട്ടെ, അത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഉള്ളൂ. ഇനി അവർ സ്വീകരിച്ചില്ലെങ്കിൽ അത് അള്ളാഹുവും അവരും തമ്മിലായി. എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഉണ്ട് എന്നാണ് അള്ളാഹുടെ. ഇത് ദഅവത്തിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം അറിയിക്കുന്നവരായത്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ റസൂലുമാർക്ക് മാത്രമാണ് ദഅവത്ത്, റസൂലുമാരെ മാത്രം ചെയ്യുന്നതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ എത്തിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് അതെങ്ങാനും ഏറ്റെടുത്ത് എത്തിച്ചിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് എത്തുമായിരുന്നില്ല. അതുകൊണ്ടാണ് ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിക്കണം എന്ന് പറഞ്ഞു. അവസാന സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഇവിടെ ഹാജരായവർ ഹാജറില്ലാത്തവരിലേക്ക് തന്നെ. സഹാബത്ത് മുഴുവൻ മദീനയിലായിരുന്നില്ല അവരുടെ മക്ബറ അല്ലെ, അങ്ങനെ ആയിരുന്നെങ്കിൽ അധിക സഹാബികളുടെയും ഖബർ അവിടെ കാണാമായിരുന്നു, മദീനയിൽ കാണാമായിരുന്നു. പക്ഷെ പലതും പല നാടുകളിലാണ്. കാരണം അവർ പല നാടുകളിലേക്കും ഈ ദീനിനെ എത്തിക്കാൻ വേണ്ടി അവിടെ ആയുഷനെ ചെലവഴിച്ചു. ദഅവത്ത് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, കുടുംബക്കാർക്ക്, നാട്ടുകാർക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത. കാരണം ഇത് നമുക്ക് കിട്ടി. ഈ നിഅമത്തിനെ മറ്റുള്ളവർക്കും കിട്ടണം എന്നുള്ളത് നല്ല രൂപത്തിൽ സത്യസന്ധമായി വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഏറ്റവും നല്ല മനുഷ്യനാണ്, ഏറ്റവും നല്ല മുസ്ലിം അതാണ്. ഒരു നല്ല വാക്ക് കേട്ടിട്ട് ആ നല്ല വാക്കിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്ന് പറയുന്നത്. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾക്കൊരു നന്മ എത്തിച്ചാൽ അത് പ്രവർത്തിക്കുന്നവന്റെ അതേ കൂലി അവൻക്ക് കുറയാതെ തന്നെ ഇവൻക്കും അള്ളാഹു നൽകുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാവട്ടെ. അല്ലെ, ദഅവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ നമ്മുടേതായ കോൺട്രിബ്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, നൽകുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇവർ പറഞ്ഞതും അതായിരുന്നു. പക്ഷേ ഈ ജനതയുടെ മറുപടി, ഖാലു, അവർ പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബിക്കും, ഞങ്ങള് നിങ്ങളെ ഒരു ദുശകുനമായി കാണുന്നു. തതയ്യറ എന്ന വാക്കിന്റെ അർത്ഥം ദുശകുനം എന്ന. ദുശകുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയില്ലേ, എന്തെങ്കിലും ഒരു മോശപ്പെട്ടൊരവസ്ഥ ഉണ്ടായില്ല, അത് ഓനെ കൊണ്ടാൻ എന്ന് പറയുന്നത് പോലെ ദുശകുനം എന്നാണ് അതിന് മലയാളത്തിൽ ഉപയോഗിക്കുക. തോയിർ എന്ന വാക്കിൽ നിന്നാണ് ഇത് വന്നത്. തതയ്യുർ എന്ന വാക്ക് അതാണ്. എന്താണ്, ഒരാൾക്ക് എന്തെങ്കിലും ഒരു വിപത്തുണ്ടായാൽ അത് ഇന്ന ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്നവന്റെ ദോഷം കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു രീതി. ഇപ്പോൾ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയണമെങ്കിൽ, ചില ആളുകൾ ചില പ്രവർത്തനങ്ങൾ ചില ദിവസങ്ങളിൽ ചെയ്യൂല, ആ ദിവസത്തിന് ദോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു നഹ്സ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ജാതക ദോഷം, ഇനി അതല്ലെങ്കിൽ ഒരാളുടെ ചൊവ്വാ ദോഷം, ഇനി അല്ലെങ്കിൽ ഇന്ന ദിവസത്തിന്റെ അല്ലെങ്കിൽ ഇന്ന നമ്പറിന്റെ പ്രശ്നം 13, ഇങ്ങനെയൊക്കെ കുറെ. ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ്. ഒരു അസുരമില്ല ഇസ്ലാമില്, ഒരു അടിസ്ഥാനവുമില്ല. അങ്ങനെ ദുശകുനങ്ങൾ ശരിക്കും ഖൈറും ഷർറും ആരിൽ നിന്നുള്ളതാണ്? അള്ളാഹുവിൽ നിന്നുള്ളതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഫിറൗന്റെ ജനതയും പറയും, ഇദാ ജാഅത്തുഹുമുൽ ഹസന ഖാലു ലന ഹാദിഹി ലന. ഞങ്ങൾക്ക് അവർക്ക് വല്ല നന്മയും വന്നു കഴിഞ്ഞാൽ അവർ പറയും, ഇത് ഞങ്ങളെ കൊണ്ട് ഉണ്ടായതാണ്. അതായത് നന്മകൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ, അവിടെ കൃഷി ചെയ്തു നല്ല സമ്പുഷ്ടമാർന്ന ഫലങ്ങൾ ഉണ്ടായാൽ, വൈദ അസ്മറത്തിൽ അർള്, ഭൂമിയിൽ കായ്കനികൾ ഉണ്ടായാൽ, മസ്റഅത്ത് അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞങ്ങളെ പവർ കൊണ്ട് ഉണ്ടായതാന്ന് പറയും. എന്നാൽ വഇദാ ജാഅതുഹുമുസ് സയ്യിഅ, അവർക്ക് വല്ല വിപത്തുണ്ടായാൽ, ഐ മിസ്ലൽ ഖഹ്ത്, അല്ലെങ്കിൽ എന്താണ് ഖഹ്ത് എന്ന് പറഞ്ഞാൽ മരുഭൂമിയോ അല്ലെങ്കിൽ വരൾച്ച, സിനി അസന, മഴയില്ലാത്ത സംഗതിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർ പറയും, ഇത് മൂസനെ കൊണ്ടും മൂസന്റെ ഒപ്പമുള്ളവരെ കൊണ്ടുണ്ടായതാണ്. ഒമമ്മഅഹു, അല്ലെ, ഇത് മൂസ ഇവിടെ ഉണ്ടായതാണ്. മൂസ ഈ നാട്ടിലില്ലെങ്കിൽ ഈ നാട്ടിൽ ഭയങ്കര അഭിവൃദ്ധി ഉണ്ടായിരുന്നു. മൂസന്റെ ജനത ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സുഖലോലുപം തന്നെ. പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹ് പറയൻ, അലാ നിങ്ങൾ അറിയണേ, ദുശകുന അല്ലെ ശകുനം എന്ന് പറയുന്നത് മിൻ ഇൻദില്ല, അത് ആരിൽ നിന്നുള്ളതാ? അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നുള്ള വിശ്വാസം ഉണ്ടാകണം. അത് നമ്മളെ പരീക്ഷിക്കാനാണ്. പക്ഷെ ഇവർ പറയണേ, നിങ്ങൾ ഞങ്ങൾക്ക് ആരാണ് ഇപ്പോ? ഇന്ന തതയ്യർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ ദുശകുനമായി കാണുന്നു. തതയ്യറ എന്ന വാക്കൊരു ഫിഇലാണ്. ബിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഒരു ദുശകുനമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദ്രവമായാണ്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് നന്മയില്ല എന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിചാരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഇല്ലം തെൻതഹു, ഇൻതഹ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചു എന്നാണ് അല്ലെ. തെൻതഹു, നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. എൻഡ് എന്നറിയും, ഇന്തിഹ എന്നറിയും, എൻഡ് അല്ലെ, അവസാനം എന്ന് പറയും. ഇല്ലം തെൻതഹു, നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, അഥവാ ഈ ദഅവത്തുണ്ടല്ലോ ഇപ്പൊ നല്ലതിലേക്ക് ക്ഷണിക്കണത്, ഈ പരിപാടി നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ, ലനർജുമന്നക്കും, ഞങ്ങൾ നിങ്ങളെ കല്ലെടുത്ത് എറിയുക തന്നെ ചെയ്യും. റജമ എന്ന വാക്കിന്റെ അർത്ഥം കല്ലെടുത്തെറിയണേന് പറയാം അല്ലെ. ഇബ്രാഹിം നബി പറയണ്ട്, ഇബ്രാഹിം നബിന്റെ ഉപ്പ പറയുന്നുണ്ട്, അർജുമന്നക്ക, ഞാൻ നിന്നെ കല്ലെടുത്തെറിയും ഇബ്രാഹിമേ. അത് ലനഹ്ബത്തന്ന, അത് വേറെ. ഇത് റജ്മാർ ഇബ്രാഹിം നബി വാപ്പനോട് പറയും, ആസറിനോട് പറയും, എന്താണ് വാപ്പ നിങ്ങൾ എന്ത് ചെയ്ത്, എന്തിനാ ഒരു ലുറും ഒരു നഫ്ഉം തരാത്ത കല്ലിനെ, വിഗ്രഹത്തെ നിങ്ങൾ ആരാധിക്കണത്? അപ്പൊ വാപ്പ പറയണേ,
നീ എന്നോട് പഠിപ്പിക്കണ്ട അല്ലെ. എന്റെ കാക്കക്കാരനവന്മാർ കാണിച്ചു തന്ന ഇതിൽ നിന്ന് നീ എന്നെ ഇനിയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിന്നെ കല്ലെടുത്തെറിയും ഇബ്രാഹീമെ എന്ന് പറഞ്ഞു. ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ദഅവത്ത്. ഇവിടെ അതേപോലെ തന്നെ നല്ലത് പറഞ്ഞു തന്നെ ആൾക്കാരെ കല്ലെടുത്തെറിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ത്വായിഫക്കാർ കല്ലെടുത്തെറിഞ്ഞതുപോലെ നബിയുടെ ചരിത്രത്തിലും കാണാം. എല്ലാ അമ്പിയാക്കളെ ആട്ടി ഓടിച്ചാൽ ആ ഭൂരിഭാഗം അമ്പിയാക്കളും അവരുടെ നാടിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നാട് വിടേണ്ടി വന്നവരാ. മൂസാ നബി, ഇബ്രാഹിം നബി, ലൂത്ത് നബി അലൈഹിസ്സലാം, ഇവരൊക്കെ നാട് വിട്ടവരാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ പേരിൽ. അപ്പൊ ഈ ജനതയും പറഞ്ഞു ആ റസൂലുമാരോട്, ഈ റജമ എന്ന വാക്കിന് മറ്റേ കല്ലെടുത്തെറിയാന്ന് അർത്ഥമുണ്ട്, ആക്ഷേപിക്കുക എന്നും അർത്ഥമുണ്ട്. റജമ എന്ന വാക്ക് പറഞ്ഞാൽ അസഭ്യം പറയുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശം കല്ലെടുത്തെറിയാന്ന്. അതിനുള്ള തെളിവ് എന്താ വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്ത് ഒരാള് തിന്മ സംഭവിച്ചു, ഒരു വലിയൊരു ഫാഹിഷത്തുണ്ടായി, വ്യഭിചാരം ചെയ്ത ഒരു സ്വഹാബി കടന്നു വന്നല്ലോ അല്ലെ. ഏറ്റവും വലിയ തൗബയും ആ സ്വഹാബിയാണ് ലോകത്ത് ചെയ്തത് എന്നുള്ള റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ട്. അപ്പോൾ റസൂലുള്ള ആദ്യമൊക്കെ മാറി നിന്നെങ്കിലും പിന്നെ അവസാനം റസൂലുള്ള പറഞ്ഞു, ഇദ്ഹബൂ ബിഹി ഫർജുമൂ, നിങ്ങൾ അവനെ കൊണ്ടുപോവുക, ഉർജുമൂ, നിങ്ങൾ അവനെ എറിഞ്ഞു കൊല്ലുക. ഒരിക്കലും അവനെ അസഭ്യം പറഞ്ഞതാക്കുക എന്നല്ല നബി ആ പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ ശിക്ഷാ നടപടിയെ ഖിസാസിനെ സ്വീകരിക്കാൻ. റജമ എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും എന്താണ്? എറിയുക, കല്ലെടുത്തെറിയുന്നതിനാണ് പറയാം. എന്നാൽ വാക്കുകൊണ്ടും ഒരു ഏറ് തന്നെയാണ് അല്ലെ. ശരിക്ക് കല്ലുകൊണ്ട് കൊള്ളുന്നതിനേക്കാളും ചിലപ്പോൾ എന്താവും, ചില വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തും. റജമ എന്നുള്ള വാക്കിന്റെ ഒരു പ്രത്യേകത അതാണ്. റമ, ഞങ്ങൾ നിങ്ങളെ എറിയാന്നല്ല പറഞ്ഞു, എറിയുക തന്നെ ചെയ്യും. വലയമസ്സന്നക്കും മിന്ന അദാബുൻ അലീം, ഞങ്ങളിൽ നിന്ന് നിങ്ങളെ ബാധിക്കും. മസ്സ എന്ന് പറഞ്ഞാൽ ബാധിക്കുക, പിടികൂടുക എന്നൊക്കെയാണ് അർത്ഥം. മസ്സ വലയമസ്സന്നക്കും, നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും. മിന്ന, ഞങ്ങളിൽ നിന്ന് അദാബുൻ അലി, അഥവാ ഞങ്ങൾ നിങ്ങളെ ശക്തമായി പ്രഹരിക്കും, ഞങ്ങൾ നിങ്ങളെ ശക്തമായിട്ട് വേദനിപ്പിക്കും. ഈ ഇത് നിർത്തിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു ആരോട്? ഈ മുർസലീങ്ങളോട് വരി പറയാം. 3 ആൾക്കാരും വന്ന 3 ആൾക്കാരെയും കൊണ്ട് അള്ളാഹു ദഅവത്തിന്റെ പല ദൃഷ്ടാന്തങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തപ്പോഴും അവർ പറയണ്, ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾ കല്ലെടുത്തെറി, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. നമ്മള് ഇന്നിപ്പോ ഓതിയത് 20 ആയത്തിലെ ഓതിയല്ലേ, അടുത്തും കൂടി പറയാം. ഖാലു, അപ്പോ ഇവര് പറഞ്ഞു, ഈ റസൂലുമാര് പറയാൻ, ത്വാഇറുക്കും മഅക്കും, ഖാലു ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ദുശകനം നിങ്ങൾക്കൊപ്പമാണ് അല്ലെ. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ലൊറോ ഷെറോ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഞങ്ങളൊന്നല്ല, നിങ്ങൾ തന്നെയാണ് എന്നാണ് എന്ത് ചെയ്യണത് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തിന്മകളുടെ ദുരന്തമായിരിക്കും ആരനുഭവിക്കുക? നമ്മൾ അനുഭവിക്കുക അല്ലെ. ഫസാദു ഫിൽ ബർ വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിനാൽ കരയിലും കടലിലും ഒരുപാട് ഫസാദുകൾ നടന്നു. ഇപ്പൊ ലോകത്ത് നടക്കുന്ന എല്ലാ ഫസാദും മനുഷ്യന്മാർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണക്കാരാരാണ്? മനുഷ്യന്മാർ തന്നെയാണ്. ഉദാഹരണത്തിന് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയാൻ, മരം വെട്ടരുത്, മരങ്ങൾ മുറിച്ചിങ്ങനെ നടക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ മുഴുവൻ മരം വെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടൂല, മഴ പെയ്യൂല, അല്ലെങ്കിൽ അതല്ല ചൂടുണ്ടാവും, അത്യുഷ്ണങ്ങൾ ഉണ്ടാവും. ചൂടിന്റെ കാരണക്കാരാണ് നമ്മൾ തന്നെയാണ്. മാത്രമല്ല അതിപ്പോ ഏതൊരു കാര്യം, ഇപ്പൊ ഭൗതികമായി തന്നെ ഏതൊരു കാര്യം നമ്മളോട് പറയാണ്, ഒരു വണ്ടി വാങ്ങുമ്പോൾ പറയും ഈ വാഹനത്തെ നിങ്ങൾ ഒരിക്കലും റോങ് സൈഡിലൂടെ ഓടിക്കരുത് എന്ന് പറഞ്ഞു. അത് നമ്മുടെ സുരക്ഷത്തിന്. പക്ഷെ നമ്മൾ റോങ് സൈഡിൽ കൂടെ ഓടിച്ചാൽ നമുക്ക് ഉപദ്രവം ഉണ്ടാവും, വേറെ ആൾക്കും കൊണ്ട് എന്താവും, ഉപദ്രവങ്ങൾ ഉണ്ടാകും. ഇതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കാതിരുന്നാൽ, റസൂലുമാർ കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാതിരുന്നാൽ അത് തനിക്കും വിനയാകും, തന്നോടൊപ്പമുള്ളവരെയും അത് ബാധിക്കും. ഏതുപോലെ നമ്മുടെ തിന്മകൾ ഒരു പക്ഷേ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും ബാധിച്ചേക്കാം. പക്ഷെ അത് അവർക്ക് റഹ്മത്താകും. അള്ളാഹു അവർക്ക് ഉദാഹരണത്തിന് വലിയ വലിയ കെടുതികൾ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലെ അവരുടെ കൂട്ടത്തിൽ നിരപരാധികളില്ലേ? ഇപ്പൊ റബ്ബിന്റെ ഒരു പ്രകൃതിയിൽ ശോഭമായിട്ട് റബ്ബിന്റെ ശിക്ഷ വന്നിറങ്ങിയാൽ അല്ലെ, റബ്ബ് ശിക്ഷിക്കാൻ ഉദ്ദേശിച്ച ജനതയെ ശിക്ഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിൽ നല്ലവരില്ലേ? അപ്പൊ റസൂൽ പറയാണ്, ആ നല്ലവർക്ക് അത് റഹ്മത്തും മറ്റുള്ളവർക്ക് അത് അദാബുമാണ്. കാരണം ഈ ഇത് ബാധിച്ചത് ഇവർക്ക് എന്താകും, ഇവരുടെ തിന്മകൾ പൊറുക്കപ്പെടാനും ഇവർക്ക് സ്വർഗം കിട്ടാനും കാരണമാവും. എന്നാൽ മറ്റുള്ളവർക്ക് ദുനിയാവും പോയി ആഖിറത്തും പോയി എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പറയാം, ഖാലു ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ത്വാഇർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ശകുനം എന്ന വാക്ക് വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ വാക്ക് വരാനുള്ള കാരണം ത്വാഇർ എന്ന വാക്കിന് ശരിക്കർത്ഥം പക്ഷി എന്നാണ്. പണ്ട് പക്ഷികളെ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്തിരുന്നത്, ഇതുപോലത്തെ ഈ ശകുനം നോക്കല് നടത്തിയിരുന്നത് എന്ന് ചില ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞു. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലില്ലേ, ഒരു ഇന്നന്ന പക്ഷികൾ പോയി കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഇന്നന്ന വസ്തു ഇന്നന്ന ജീവികൾ മുന്നിലൂടെ വട്ടം ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാല്, ഉദാഹരണത്തിന് കറുത്ത പൂച്ച മുന്നിൽ കൂടെ പാഞ്ഞാൽ, കറുത്ത പട്ടി മുന്നിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പോയ ആ പണിയിലേക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്യൂല, പേടി തോന്നിപ്പിക്കുകയാണ്. അതൊരു തരം പൈശാചികതയാണ്. ഇസ്ലാമിൽ അതിനൊന്നും തെളിവില്ല. ബിസ്മില്ല,
അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. മനപ്പാടാക്കി വെക്കേണ്ട പ്രാർത്ഥനയാണത്. ഒരു ദിവസം രാവിലെയും വൈകുന്നേരം 3 തവണ ഒരാളിത് പ്രാർത്ഥിച്ചാൽ ആകാശത്തും ഭൂമിയിലും ഒരു ലർറ് ബാധിക്കൂല എന്നാണ്. എന്ന് കരുതി ബാധിക്കൂല. ചില സമയത്ത് ഈ ഹദീസ് റിവായത്ത് ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം ഞാനിത് ചെല്ലിയില്ല, എനിക്ക് അദ്ദേഹത്തിന് പക്ഷാഘാതം ഉണ്ടായി. ഒരു ശരീരം ഒരു ഭാഗം ചെയ്ത് നമ്മൾ പാരലൈസ്ഡ് ആവാൻ എന്താണ് തളർച്ച വരൂലേ, തളർച്ച വന്നപ്പോൾ ഈ ഹദീസ് അബാൻ ഇബ്നു ഉസ്മാനിൽ നിന്ന് കേട്ട താബിയെ വന്ന് ചോദിക്കുകയാണ്, അല്ല നിങ്ങളല്ലേ ഈ ഹദീസ് പറഞ്ഞത്, ബിസ്മില്ലാ അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ്, അല്ലദീ എങ്ങനെയുള്ള അള്ളാഹ്, ലാ യദുറു മഅ ഇസ്മിഹി അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് എന്താവൂല, ഏൽക്കൂല, ലൊറുണ്ടാവൂല, ഫിൽ അർദ് വലാ ഫിസ് സമാ ആകാശത്തും ലൊറുണ്ടാവൂല, ഭൂമിയിലും ലൊറുണ്ടാവൂല, വഹുവസ് സമീഉൽ അലീം അള്ളാഹു അങ്ങേയറ്റം കേൾക്കുന്നവനും അങ്ങേയറ്റം അറിയുന്നവനുമാണ് എന്ന് പറഞ്ഞ ഇത് പ്രാർത്ഥിച്ചെന്നിട്ട് നിങ്ങൾ പാരലൈസ്ഡ് ആയല്ലോ എന്ന് പറയാണ്. ഉസ്മാൻ എന്നോട് നുണ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനിനോടും എന്ത് ചെയ്തിട്ടില്ല, നുണ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇതിനെ കണക്കാക്കുന്നത് ഇത് അള്ളാഹുവിന്റെ വിധിയാണ്. ചില സമയത്ത് അള്ളാഹിന്റെ പരീക്ഷണം വരും. ഞാൻ അന്ന് ഒരു പക്ഷെ എന്നെ അത് ബാധിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അന്ന് ഈ ദിക്റിനെ ഞാൻ പാരായണം ചെയ്തിട്ടുമില്ല. റസൂലുള്ള പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും ഇത് ചൊല്ലുന്നവന് ഒരു ദർറും ബാധിക്കൂല, നബി നുണ പറഞ്ഞിട്ടില്ല എന്നാൻ. നമ്മൾ മനപ്പാടാക്കി കുട്ടികളൊക്കെ പഠിപ്പിക്കേണ്ടതാണ്. പക്ഷെ ചില സമയത്ത് നമ്മളിത് ചൊല്ലണമെന്നില്ല. ഇനി ചില സമയത്ത് ചൊല്ലിയാൽ തന്നെ ചിലപ്പോൾ റബ്ബിന്റെ പരീക്ഷണം അല്ലെ, അസുഖം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റു അല്ലെ, അള്ളാഹു പറഞ്ഞല്ലോ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ക്ഷമിക്കാൻ അള്ളാഹു ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലത്തെ ചില ദുരിതങ്ങൾ തരും. അപ്പോൾ ആ റബ്ബിലുള്ള തവക്കുലും റബ്ബിലുള്ള വിശ്വാസവും എന്ത് ചെയ്യാൻ, ഖദറിലുള്ള വിശ്വാസം ചോരാൻ പറഞ്ഞു. അതൊക്കെ ചൊല്ലി പറഞ്ഞിട്ട് എന്നത് ബാധിച്ചല്ല. അള്ളാഹു സുബ്ഹാനഹു നമ്മളെ ഈമാനെ പരീക്ഷിക്കുകയാണ് എന്ന ചിന്തയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കലാണ് ഈമാൻ എന്ന് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലെ. അള്ളാഹുവിന്റെ നാമത്തെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഈ ദിക്റുകളും ദുആകളും ഒരാളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംരക്ഷണമുണ്ട്. ഇത്തരം ദുശ്ശഗുണങ്ങളെ ഭയപ്പെടാൻ എന്തില്ല, ഒരു വിശ്വാസിക്ക് എന്തില്ല, ഒരു സ്കോപ്പില്ല. അള്ളാഹു എനിക്ക് കാവലുണ്ട്, ഞാൻ എൻ്റെ കാര്യം ബിസ്മില്ലാ തവക്കത്തു അലല്ലാ എന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. എന്തുണ്ടായാലും എൻ്റെ കാര്യത്തിൽ എനിക്ക് രക്ഷയും സുരക്ഷിതത്വവും നൽകാൻ ആരുണ്ട്, അള്ളാഹ് ഉണ്ട് എന്ന വിശ്വാസത്തെ കൈവരിക്കാനും കൂടി ഈ ഒരു ആയത്തിനെ മനസ്സിലാക്കുക. അയിൻ ദുഃഖിർത്തും, നിങ്ങളോട് ഇപ്പൊ ഇത് പറഞ്ഞതിനാണോ ഞങ്ങളങ്ങനെ കല്ലെടുത്തെറിയും. അയിൻ എന്ന വാക്കിന്റെ അർത്ഥം അയിൻ, ഖുർആനിൽ കുറെ സ്ഥലത്തൊന്നുമില്ല. അയിൻ അല്ലെങ്കിൽ ലഇൻ എന്നൊക്കെ കാണാം. അവിടെ എന്നുള്ളത് ഇസ്തിഫാമിന്റെ ആണോ, നിങ്ങളാണോ എന്നുള്ള അർത്ഥത്തിലാണ്. ദുഃഖിർത്തും, ഈ പറയപ്പെട്ടത് കൊണ്ടാണോ, നിങ്ങൾക്കിപ്പോ ഞങ്ങൾ ഒരു ഉദ്ബോധനം തന്നില്ലേ, നല്ലതിലേക്ക് വരണം എന്ന് പറഞ്ഞില്ലേ, ഈ പറഞ്ഞതിനാണോ നിങ്ങൾ ഞങ്ങളെ കല്ലെടുത്തെറിയുന്നതും നിങ്ങൾ ഞങ്ങളെ ശിക്ഷിക്കുന്നതും എന്നുള്ളൊരു അർത്ഥം അവിടെ ഉണ്ട്. അയിൻ ദുഃഖിർത്തും എന്നതിന് ഉത്തരം അവിടെ ഇല്ല. അയിൻ ദുഃഖിർത്തും, നിങ്ങൾ ഉത്ബോധനം ചെയ്യപ്പെട്ടതിനാലാണോ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഉത്തരം നമുക്ക് അവിടെ കിട്ടിയത് അതിന് മുകളിലുള്ള ആയത്തിലാണ്. കാരണം നിങ്ങൾ ഈ കല്ലെടുത്തെറിയണതും നിങ്ങൾ ഞങ്ങളെ അതുകൊണ്ടാണോ, ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അതിരി കടന്ന ഒരു സമൂഹമാണ് അല്ലെ. എത്രയും പറഞ്ഞു എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കണില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര അതിരി കടന്ന ആളുകളാണ്. 20 ആയത്തായി എന്ന് പറഞ്ഞത് ഈ സംഭവം ഇങ്ങനെ നടക്കുമ്പോഴാണ് പിന്നീട് പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ വരുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വാക്കർത്ഥം പറഞ്ഞിട്ട് പോവാണ്. വജാ മിൻ അഖ്സൽ മദീന, പട്ടണം. മദീന എന്ന് പറഞ്ഞാൽ മദീനത്തു നബവി അല്ല അവിടുത്തെ ഉദ്ദേശം. ഇവിടെ അൽ മദീന എന്ന് പറഞ്ഞാൽ ആ സഹാബുൽ ഖറിയക്ക് അരികത്തുണ്ടായിരുന്ന ഒരു പട്ടണം. ഖറിയ എന്ന് പറഞ്ഞ ഗ്രാമമാണ്, മറ്റേത് പട്ടണമാണ്. അപ്പൊ ആ പട്ടണത്തിന്റെ പേരെന്താന്ന് പറഞ്ഞിട്ടില്ല. അറിയാത്ത ഒരാൾ, റജുൽ എന്ന് പറഞ്ഞാൽ അൺനോൺ ആയ ഒരാൾ, അല്ലെ, അറിയാത്ത, ഇവർക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നു. എങ്ങനെ വന്നത്, വന്ന രൂപം പറഞ്ഞു, ഓടിക്കിതച്ച് സഅയ് ചെയ്തിട്ട്, സഅയ് എന്നറിയില്ലേ, ഓടിക്കിതക്കണേ, ഞാൻ കിതച്ച് ഓടി വന്നു. എന്നിട്ട് പറയും, കാല, അയാൾ വന്ന് പറഞ്ഞു, യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, സമൂഹമേ, ഖൗമേ അല്ലെ, ഖൗമേ എന്ന് വിളിക്കൂല നമ്മുടെ നാട്ടില്. യാ ഖൗമേ, ഖൗമീ എന്നാണ്. യാ ഖൗമി എന്ന് പറഞ്ഞാൽ എന്റെ ഖൗമേ എന്നാണ്, എന്റെ സമൂഹമേ. ഇതുവരെ നാട്ടുകാരനൊന്നല്ല, വേറെ നാട്ടിൽ നിന്നൊന്നും പറയാ, എന്റെ മക്കളെ എന്നറിയില്ല. അതേപോലെ എന്റെ നാട്ടുകാരെ, ഇത്തബിഉൽ മുർസലീൻ, ഈ റസൂലുമാര് പറഞ്ഞതിനെ നിങ്ങൾ എന്ത് ചെയ്യൂ, പിൻപറ്റുന്ന. ഇവിടെ ആളാരാന്ന് പറഞ്ഞിട്ടില്ല. ഇനി ആളാരാന്ന് ഗവേഷണം നടത്തേണ്ട ഒരു ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. ചില മുഫസ്സിറുകൾ പല പേര് പറയാൻ പോയി. പക്ഷെ അവിടെ ഇമാം റാസി പറഞ്ഞൊരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, അറിയാത്ത ഒരാൾ ഒരു കാര്യം വന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ കൺവിൻസിങ് ആവും. കാരണം പക്ഷപാതി ആവില്ല. അല്ലെങ്കിൽ പറയാം അത് ഓന്റെ ആളാണ്, അതുകൊണ്ട് പറഞ്ഞതാന്നറി. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ നാട്ടിൽ ഓരോ വോട്ടും സംഗതി അത് കോൺഗ്രസ്സുകാരൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അത് ഇയാൾ പറഞ്ഞതാന്ന് പറയും. പക്ഷെ ഇതൊരു അറിയാത്ത ഒരാളാണ്. അറിയാത്ത ഒരാൾ വരുമ്പോൾ ഒരു പക്ഷപാതിത്വം പറയില്ല. അപ്പൊ എന്തുകൊണ്ടും ഇയാളുടെ വാക്ക് എന്താണ്, സ്വീകാര്യമാണ്. അയാൾ വന്ന് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യൂ, ഈ റസൂലുമാർ പറഞ്ഞു, കാരണം ഇത് പറഞ്ഞത് ഹക്കാണ് എന്ന് അവർക്ക് ബോധ്യമായപ്പോ
ആ വന്ന മനുഷ്യൻ പറയും നിങ്ങൾ അനുസരിച്ചൂടെ എന്ന് പറഞ്ഞു ഞാൻ. ഇനി ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത് പാരായണം ചെയ്യാനും അത് കേൾക്കാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ വളരെ ആവേശമാണ് നമുക്ക് നൽകുന്നത്. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത് വല്ലാത്ത സന്തോഷവും ഉന്മേഷവുമാണ് ജീവിതത്തിൽ. അത് ഈമാനികമായും അല്ലാത്ത നമുക്ക് ഉപജീവന മാർഗങ്ങളായും ഒക്കെ എല്ലാത്തിലും ഒരു ഖൈറും നമ്മുടെ സമയങ്ങളിലും ആരോഗ്യങ്ങളിലും ഒക്കെ ഒരു ബർക്കത്ത് ജീവിതത്തിൽ നിലനിൽക്കും. കാരണം ഖുർആൻ എപ്പോഴും നമ്മൾ അള്ളാഹു പറഞ്ഞതുപോലെ ഇത് സന്മാർഗം, ഇതൊരു ഷിഫ, ഇതൊരു റഹ്മ ഒക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് നിലനിർത്തി തരട്ടെ. മരണം വരെ ഖുർആൻ ഓതാനും അത് ജീവിതത്തിൽ പകർത്താനും അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അള്ളാഹു നമുക്ക് അറിവും വിവേകവും സാഹചര്യവും സന്ദർഭവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ നന്നായി ഓതുന്നവരിൽ, രാവും പകലും പാരായണം ചെയ്യുന്നവരിൽ അള്ളാഹു നീ ഉൾപ്പെടുത്തണേ. ഖുർആന്റെ ആയത്തുകളെ പഠിക്കാനും അതിനെ ജീവിതത്തിൽ പാലിക്കാനും റബ്ബേ നീ ഞങ്ങൾക്ക് ക്ഷമയും അതിനുള്ള അവസരവും നൽകണേ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അള്ളാഹു ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അല്ലെ. അള്ളാഹു ആ ലക്ഷ്യങ്ങളെ സാധിച്ചു കൊടുക്കട്ടെ. പല ജോലികളും അതുപോലെ തന്നെ മറ്റുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട് ആശങ്കകളും പ്രയാസങ്ങളും ഉള്ള ആളുകളുണ്ട്. അള്ളാഹു നല്ല ജോലികൾ അല്ലെങ്കിൽ അവരുടെ തൊഴിലുകൾ എളുപ്പം, അള്ളാഹുയുടെ തൊഴിലുകൾ എല്ലാവിധ നന്മയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നമ്മുടെ സമ്പാദ്യങ്ങൾ ഹലാലായത് സമ്പാദിക്കാനുള്ള അവസരവും ആരോഗ്യവും നൽകുമാറാവട്ടെ. ഹലാലായ രൂപത്തിൽ അത് ചെലവഴിക്കാനുള്ള അറിവും വിവേകവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മൾ എത്ര സമ്പാദിച്ചാലും അതിൽ ബർക്കത്ത് നിലനിർത്തി തരുമാറാവട്ടെ, അതിൽ ഖൈർ നിലനിർത്തി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന സമ്പാദ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന സമ്പത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. ആരോഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. എല്ലാവിധ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വലിയ വലിയ മാരകമായ അസുഖങ്ങൾ ഒരുപാട് ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കാൻ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വലിയ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ. ഇതുപോലത്തെ ഈ രാജ്യത്തിനും അള്ളാഹു എല്ലാവിധ സമൃദ്ധിയും അഭിവൃദ്ധിയും കൊടുക്കട്ടെ. ഭരണാധികാരികൾക്ക് അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وعلى اله وصحبه وسلم. جزاكم الله خيرا.